ഹലോ, നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നൊരു സാരിയുടെ പാറ്റേൺ ആണിത്. നല്ല രീതിയിൽ നല്ല രസമാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വെയർ ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ ഭംഗി മുഴുവനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ടസിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ ബ്ലൗസ് പോർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. പ്ലെയിൻ ബ്ലാക്കിൽ വന്നിട്ട് സിൽവർ എൻഡിൽ, സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ഈ ഒരു സിൽവർ പോർഷൻ ആയിരിക്കും വരുന്നത്. ഇത് ബ്ലൗസുമായിട്ട് കൃത്യമായിട്ട് വെയർ ചെയ്തിട്ടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പോരാത്തതിന് നമ്മൾ ഈ സമ്മർ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബ്രീത്തബിൾ ഫാബ്രിക്സ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നന്നായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും പാറ്റേൺസുമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ലെങ്ത്ത് കിട്ടണം, അതല്ലെങ്കിൽ ഈ സാരിയുടെ കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ കിട്ടണമെങ്കിൽ നിങ്ങളിതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു ഗ്ലോസി ആയിട്ട് വരുന്ന രീതിയിലുള്ള ഫാബ്രിക് അല്ല, അതൊരു കോട്ടൺ മിക്സ്ഡ് വരുന്നതാണ്. അപ്പോൾ കോട്ടൻ്റെ ആ ഓരോ ഇഴകൾ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഫാബ്രിക്കാണ്. അതുപോലെ തന്നെ ഇതൊക്കെയും അവർ ഹാൻഡ് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഈ സാരിക്കുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്തായാലും ഇത് ഓർഡർ ചെയ്യാനായിട്ട്. ഭയങ്കര ഗ്ലോസി ആയിട്ട് അല്ലെങ്കിൽ ഒരു കാഞ്ചീപുരം സിൽക്ക് പോലെ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള ഒരു ഫാബ്രിക് അല്ല ഇത്. ആ ഫാബ്രിക്സിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് മേടിക്കാനായിട്ട്. താങ്ക് യു സോ മച്ച്.